നമ്മുടെ സെറാടെക്സിലെ അല്ലെങ്കിൽ മെലാഞ്ചിലെ കസ്റ്റമേഴ്സിന് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് എല്ലാം അറിയാം. നമ്മൾ ഈ ഫാബ്രിക്സ് റീറ്റെയിലായിട്ടോ ഹോൾസെയിലായിട്ടോ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ചെയ്യുന്ന ബേസസ് ഫാബ്രിക് ബേസ് നൈലോണ്, വിസ്കോസ്, കോട്ടൺ ആൻഡ് പ്യുവർ സിൽക്ക്, ഇങ്ങനെ 4 ബേസിലായിരുന്നു നമ്മൾ ഫാബ്രിക് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സെറാടെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളത് 3 ബേസിലേക്കായിട്ട് കുറച്ചിട്ടുണ്ട്. ഒന്ന് വിസ്കോസ്, ഒന്ന് കോട്ടണ്, അതുപോലെ തന്നെ ഒന്ന് നൈലോൺ ബേസ്. ഈ 3 ഫാബ്രിക് ബേസിലായിട്ട് നേരത്തെ നമ്മൾ ഹോൾസെയിലിൽ ഒരു 50 പ്രൊഡക്റ്റായിരുന്നു ചെയ്തത്. ഇപ്പോൾ അത് കൂടി ഏകദേശം ഒരു 120 പ്രൊഡക്റ്റോളം വന്നിട്ടുണ്ട്. 120 പ്രൊഡക്റ്റോളം, 120 ആർട്ടിക്കിൾ ഉണ്ടെങ്കിലും ഈ 3 ബേസിലേ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളൂ: വിസ്കോസ്, നൈലോണ്, കോട്ടൺ. ഓക്കെ, ഈ 120 ആർട്ടിക്കിളിൽ ഡ്രസ്സസിന് പറ്റിയതുണ്ടാവാം, സൽവാറിന് പറ്റിയതുണ്ടാവാം, സാരിക്ക് പറ്റിയതുണ്ടാവാം, പല ടൈപ്പ് ഓഫ് ഷർട്ടിങ്ങിന് പറ്റുന്നുണ്ടാവും, പല ടൈപ്പ് ഓഫ് ഡ്രസ്സസ് മേക്ക് ചെയ്യാനുള്ള പ്രൊഡക്ട്സ് സെറാടെക്സ് ഹോൾസെയിലായിട്ട് പ്രൊവൈഡ് ചെയ്തു ഫോർ ബുട്ടീക്ക് ഓർ ഡിസൈനേഴ്സിന്. ഇതിൽ ഞാൻ പെർട്ടിക്കുലർലി കാണിക്കാൻ പോകുന്നത് ഈ ഡ്രസ്സസിനെല്ലാം പറ്റുമ്പോൾ എന്തായി കഴിഞ്ഞാലും ബോട്ടം മെറ്റീരിയൽ എന്നുള്ളത്, അല്ലെങ്കിൽ ബോട്ടം അല്ലെങ്കിൽ ലൈനിങ് മെറ്റീരിയൽ, അതിൽ ബോട്ടം മെറ്റീരിയൽ എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ അത് ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ക്ലിയർ ആയിട്ട് പറയുന്നത്. നമുക്ക് നമ്മുടെ മെലാഞ്ചിന് ഇപ്പോൾ ബിസിനസ്സിലുള്ളവർക്കും പ്രൊഡക്റ്റിനെ കുറിച്ചും അറിയാവുന്നവർക്കും അതിന് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. എന്നാലും ഒരു ഐഡിയ ഞാനൊന്ന് നമ്മുടെ ഭാഗത്ത് നിന്ന് ക്ലിയർ ആക്കാം. വിസ്കോസ് മെറ്റീരിയൽസ് സെറാടെക്സിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ജോർജറ്റ്, ഷിഫോൺ, ഷാൻഡൂൺ, ക്രേപ്പ്, സംസപ്പ് അങ്ങനെയുള്ള ഫാബ്രിക്സ്, അതിന് ഏറ്റവും പെർഫെക്റ്റായിട്ട് നമുക്ക് ലൈനിങ്ങോ അല്ലെങ്കിൽ ബോട്ടത്തിനോ കൊടുക്കാൻ പറ്റുന്ന നമ്പർ 1 മെറ്റീരിയൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഷാൻഡൂൺ തന്നെയായിരിക്കും. ക്ലിയർ അല്ലേ? ആ ഷാൻഡൂൺ തന്നെ നമ്മൾ സെറാടെക്സിൽ 3 ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്: 10 kg, 13 kg ആൻഡ് 15 kg. 10 kg എന്ന് പറയുന്നത് മോനെയും കാണിച്ച് ഇതുണ്ട്, ചെറിയൊരു ട്രാൻസ്പെറൻസി ഉള്ള ഒരു റെഗുലർ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ് ഇത്. 10 kg എന്ന് പറഞ്ഞ ക്വാളിറ്റി മാറ്റി ഇതുണ്ട്. ഇത് വിസ്കോസ് ബേസിൽ തന്നെയുള്ള 13 kg എന്ന് പറഞ്ഞ ക്വാളിറ്റി. ഇനി ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് 15 kg. ഇതുണ്ട്, ഇത് 15 kg എന്ന് പറഞ്ഞ ക്വാളിറ്റി, ഒരു ഗോൾഡൻ പട്ടിയൊക്കെ വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഷാൻഡൂണിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി വരുന്നത്. ഈവൻ ബോട്ടത്തിന് മാത്രമല്ല, ഡ്രസ്സസിനും ഈ സംഭവം പോവാറുണ്ട്. ഇതാണ് വിസ്കോസ് മെറ്റീരിയലിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ഇത് ഷാൻഡൂൺ ഉപയോഗിക്കുന്നവർക്കറിയാം, അല്പം ഇങ്ങനെ തളർന്ന് കിടക്കുമെന്ന് പറയില്ല, നമ്മൾ പാൻറ്റൊക്കെ തയ്ക്കുമ്പോൾ തളർന്ന് കിടക്കുന്ന ഫാബ്രിക്കാണ്. ഇച്ചിരിയുടെ സ്റ്റിഫ്നെസ് വേണമെന്നുള്ളവർക്ക് ഈ വിസ്കോസ് മെറ്റീരിയലിൻ്റെ ബോട്ടമായിട്ട് ഉപയോഗിക്കാനാണ് നമ്മൾ സെമി കത്താൻ എന്ന് പറഞ്ഞാൽ വിസ്കോസ് ബേസിൽ കത്താൻ സിൽക്ക്. ശരിക്കും പ്യുവർ സിൽക്കാണ് ഈ കത്താൻ എന്ന് പറയുന്ന സംഭവം, ഹാൻഡ്ലൂം കോൺസെപ്റ്റ് കാര്യങ്ങൾ. ഈ കത്താൻ കോൺസെപ്റ്റ് തന്നെ നമ്മൾ പ്ലെയിൻ ആയിട്ട്, അല്ലെങ്കിൽ കോട്ടൺ PS, കോട്ടൺ സിൽക്ക് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ വിസ്കോസ് ബൈ കോട്ടണിലോ അല്ലെങ്കിൽ വിസ്കോസ് ബൈ നൈലോണോ മിക്സ് ചെയ്തിട്ടുള്ള ഫാബ്രിക്, ആ സ്ട്രെങ്തനിങ് കൊടുത്ത് ബോട്ടത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഫാബ്രിക്. ഇതുണ്ട്, ഒരു സിൽക്കി ഫിനിഷുണ്ട്, എന്നാൽ സ്റ്റിഫായിട്ടിരിക്കുകയും ചെയ്യും. നല്ലതായിരിക്കും ബോട്ടത്തിനോ അല്ലെങ്കിൽ ഡ്രസ്സസിനോ എല്ലാം ഒരുപോലെ തന്നെ. സ്ട്രെയിറ്റ് കട്ട് സൽവാർസ് കാര്യങ്ങൾക്കെല്ലാം വിത്തൗട്ട് ലൈനിങ് ചെയ്യണമെങ്കിലും ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കൂടുതൽ ഈ സംഭവം ബോട്ടത്തിനായിരിക്കും പോകുന്നത്. ക്ലിയർ? വിസ്കോസ് ബേസിൽ അത് ക്ലിയറാണ്. ഇത് മാറ്റിക്ക്, ഇത് മാറ്റി. രണ്ടാമത് നമ്മൾ പറഞ്ഞില്ലേ നൈലോൺ ബേസിലുള്ള ഫാബ്രിക്. നൈലോണിൽ നമുക്ക് ബോട്ടത്തിന് സെല്ല് ചെയ്യാൻ പാകത്തിന് 2 ഫാബ്രിക് ബേസ് അത് ചെയ്തിട്ടുള്ളത്. ഒന്ന് സെമി ഡൂപ്പിയോൺ, നൈലോൺ ഡൂപ്പിയോൺ ഫാബ്രിക്. നമ്മുടെ റോ സിൽക്കിൻ്റെ സെമി റോ സിൽക്ക് എന്നൊക്കെ മാർക്കറ്റിൽ വിളിക്കുന്നുണ്ടാവും. അതിൻ്റെ 10 kg എന്ന് പറഞ്ഞ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. വെർജിൻ 10 kg ആയിരിക്കും. കാണിച്ച് വയ്ക്കട്ടെ. ഇതുണ്ട്, ഈ ഒരു സ്ലബ് ഫിനിഷ് ഉണ്ട് മോനെ, ഇവിടെ ക്ലിയർ ആവുന്നില്ലേ? ഇതുണ്ട്, ഒരു സ്ലബ് ഫിനിഷുള്ള ഇത് സെമി ഡൂപ്പിയോൺ എന്ന് പറഞ്ഞ ഫാബ്രിക് ഒന്ന്. അതുപോലെ തന്നെ നൈലോൺ ബേസിൽ തന്നെ നമ്മൾ കോട്ടൺ സിൽക്ക് എന്ന് വിളിക്കില്ലേ, കോട്ടൺ സിൽക്ക് എന്ന് വിളിക്കുന്ന നൈലോൺ ഫാബ്രിക്, നൈലോൺ ബൈ കോട്ടൺ ആണ് ഇത്. ഈ രണ്ടും, ഇത് നൈലോൺ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അത്യാവശ്യം സ്റ്റിഫായിട്ടിരിക്കും. നമ്മൾ ഫോർ എക്സാമ്പിൾ ബോട്ടത്തിന് നമ്മൾ ചുടി ബോട്ടം തയ്ക്കാമെന്ന് പറയില്ല, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് കട്ട് പാൻറ്റ്സ്, ചുടി ബോട്ടം, അതിനെല്ലാം ഒരു പെർഫെക്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഈ നൈലോൺ ബേസിലുള്ള ഫാബ്രിക്. അത് സെറാടെക്സിൽ നിന്ന് നൈലോൺ ഡ്രസ്സസ് അല്ലെങ്കിൽ നൈലോൺ ഫാബ്രിക് എടുത്ത് ഡ്രസ്സസ് സ്റ്റിച്ച് ചെയ്യുന്നവർക്കുള്ള ബോട്ടത്തിൻ്റെ ഓപ്ഷനാണ് ഈ നൈലോൺ എന്ന് പറയുന്നത്. കൂടാതെ മൂന്നാമതൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇത് മാറ്റി. കൂടാതെ മൂന്നാമതൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, കോട്ടൺ. ഈ കോട്ടണിൽ തന്നെ നമുക്ക് 3-4 ടൈപ്പ് ഓഫ് ഫാബ്രിക്സിൽ നമ്മൾ ബോട്ടം മെറ്റീരിയലായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കോട്ടൺ 36 കാണിച്ചു മോനെ, ഇത് കണ്ട 36 ഇഞ്ച് വീതി ഉണ്ടാവുള്ളൂ. കാണിച്ചു മോനെ, അത്യാവശ്യം കട്ടി കാര്യങ്ങളും എല്ലാം ഉള്ള നല്ല സ്ട്രെങ്ത് ഉള്ള ഫാബ്രിക്, എല്ലാം ഡയബിളാണ് കേട്ടോ. കോട്ടൺ 36.
ഇതുണ്ട്, നല്ല സ്ട്രെങ്ത് ഉള്ള ഫാബ്രിക്. അധികം നേരിലടിക്കുകയല്ല കേട്ടോ. അടുത്ത് കാണിച്ചു വേണേ. പിന്നെ ഇത് ഒരു നാച്ചുറൽ വൈറ്റ് കളറിലാണ് വരുന്നത്. പിന്നെ മൊഡാൾ കോട്ടൺ, ഇതിൻ്റെ ഓഫ് വൈറ്റ് അങ്ങനെ കാണിക്കട്ടോ. ഇത് മൊഡാൾ കോട്ടൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സാറ്റിൻ ഫിനിഷ് ഉണ്ടാവും ഇതിന്. ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കാണാം, ചെറിയൊരു സാറ്റിൻ ഫിനിഷ് ഉണ്ടാവും. ഇതുണ്ട്, നമ്മുടെ മാർക്കറ്റിൽ ജാം സിൽക്ക് എന്നെല്ലാം പറയുന്നുണ്ട്, മൊഡാൾ കോട്ടൺ എന്ന് പറയുന്നുണ്ട്, പലരും മഷ്റൂം കോട്ടൺ എന്ന് പറയുന്നുണ്ട്. പലതും പല പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ പറയുക മൊഡാൾ കോട്ടൺ തന്നെയാണ്. അങ്ങനെ പറഞ്ഞാണ് നമ്മൾ വിൽക്കുന്നത്. ഈ കോട്ടൺ 36 ആണെങ്കിൽ 36 ഇഞ്ച്, 34, 36 ഇഞ്ച് വീതി ആണെങ്കിൽ ഇത് 44 ഇഞ്ച് വീതിയുണ്ട്. ഇതിൻ്റെ വൈറ്റും ഓഫ് വൈറ്റും ഡയബിളിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ആ ഓഫ് വൈറ്റ് അങ്ങനെ ഒന്ന് കാണിച്ചു പോനെ. ഇതുണ്ട് ചെറിയ, പക്ഷേ ഈ ഇതിൻ്റെ ഓഫ് വൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട്, ചെറിയൊരു പീല കളറുണ്ട്. എന്ന് വെച്ചാൽ ഒരു യെല്ലോയിഷ് ടോണാണ് ഇതിൻ്റെ ഓഫ് വൈറ്റിൽ വരുന്നത്. അതുകൊണ്ട് കൂടുതലും ഇതിൻ്റെ ഓഫ് വൈറ്റ് അങ്ങനെ ആരും പ്രിഫർ ചെയ്യാറില്ല. ഓഫ് വൈറ്റ് ശരിക്കും നാച്ചുറലി നല്ല ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഐവറി എന്ന് പറയുന്നത് ശരിക്കും കോറ കോട്ടൻ്റെ തന്നെയാണ്. man ഇത് മാറ്റിക്ക്, കോറ കോട്ടൺ കാണിച്ച്, വൈറ്റും ക്യാമറി കോട്ടൺ, ബ്ലീച്ചും വൈറ്റ്. വൈറ്റ് ഇതുണ്ട്, ടെൽബിങ് കൊണ്ടുവന്ന് മോനെ. ഇതുണ്ട്, ഇത് ക്യാമറി കോട്ടൺ. ഇത് ക്യാമറി കോട്ടൺ വൈറ്റ്, ഡ്രസ്സസിനെല്ലാം ഉപയോഗിക്കാം. കൂടാതെ ബോട്ടത്തിനും സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട്, ഇത് ബോട്ടത്തിന് കൊടുക്കും. ഇപ്പോൾ ഈ ട്രാൻസ്പെറൻസി ഇതിന് കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഫാബ്രിക്കാണ്, പക്ഷേ ട്രാൻസ്പെറൻസി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ, പക്ഷേ ഇത് ഈ വൈറ്റിലാണ് ഈ ട്രാൻസ്പെറൻസി ഉള്ളൂ. ഡൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസ്പെറൻസി എല്ലാം മാറും. അതുകൊണ്ട് ഈ ബോട്ടത്തിന് കോട്ടൺ, പെർഫെക്റ്റ്ലി കോട്ടൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് വൈറ്റായിട്ട് ഉപയോഗിക്കാൻ കോട്ടൺ 36 എന്ന് പറഞ്ഞ ഫാബ്രിക് അല്ലെങ്കിൽ മൊഡാൾ കോട്ടൺ തന്നെയായിരിക്കും. അല്ല കോട്ടൺ തന്നെ വേണം, കളറിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ക്യാമറി കോട്ടൺ ഡൈ ചെയ്ത് ഉപയോഗിക്കാൻ പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും. കാരണം അത്രയും ബ്രീത്തബിളാണ്, ഒട്ടും കട്ടിയില്ല. കാണിച്ചേടാ മോനെ, ഇതുണ്ട്, ഫാബ്രിക് സ്ട്രെങ്ത്തും ഉണ്ട്, എന്നാൽ ഒട്ടും കട്ടിയില്ലാതെ നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക്. ഡൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസ്പെറൻസി ഉണ്ടാവുകയില്ല. കൂടുതലായിട്ടും ലൂസ് ബോട്ടം, പ്ലാസോ, പട്ടിയാല അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫാബ്രിക്സ് ഒക്കെ ഇല്ലേ, സ്ട്രെയിറ്റ് കട്ട്സ്, അതിനെല്ലാം ഇത് നല്ലതായിരിക്കും, ബ്രീത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക്. കൂടാതെ ഞാൻ പറഞ്ഞു ഈ വൈറ്റിന് തന്നെ ഓഫ് വൈറ്റ് നാച്ചുറൽ കളർ, ഇത് ഓഫ് വൈറ്റ് നാച്ചുറൽ കളർ, നല്ല ഒന്നാം തരം പ്രീമിയം ക്യാമറി കോട്ടനാണ്. നമ്മൾ കോറ കോട്ടൺ എന്നെല്ലാം വിളിക്കും. ഇങ്ങനെ ഒരു 8-9 ആർട്ടിക്കിളോളം അല്ലെങ്കിൽ ഒരു 10 ആർട്ടിക്കിളോളം നമുക്ക് 3 ബേസിലായിട്ട് ബോട്ടം മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ബോട്ടം മെറ്റീരിയലിന് മാത്രമല്ല, ബോട്ടത്തിനും ഡ്രസ്സസിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഫാബ്രിക്. ഇതെല്ലാം സെറ ടെക്സിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും മെലാഞ്ചിലും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ വരിക, ട്രൈ ചെയ്യുക. എല്ലാം റെഡി സ്റ്റോക്ക് ഉണ്ട്. താങ്ക് യു സോ മച്ച്.